ഇതൊരു പ്രതീക്ഷയാണ്. കാരണം വലിയൊരു പ്രതിഷേധം നടക്കുമ്പോഴും തമ്മിൽ ഒരു പ്രതിഷേധവും ഇല്ല. ഇവിടെ തമ്മിൽ ഒരു പ്രതിഷേധവുമില്ല. ഒരൊറ്റ ആശയം, ഒരൊറ്റ വിശ്വാസം, ഒരൊറ്റ കാഴ്ചപ്പാട്. പല ഭാഗത്തുനിന്ന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടും ഒരു എടാപോട എന്ന് പറഞ്ഞു പോലും ഒരു വാക്ക് തർക്കമില്ല. സ്ത്രീകൾ നടക്കുന്നുണ്ട്. ഒരാൾ ഒരു സ്ത്രീയെ നോണ്ടിയിട്ടില്ല. നമ്മൾ ഈ മൊബൈലില് സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നു എന്ന് പറയുന്ന ജൻസി, പൈസയ്ക്ക് വാല്യൂ ഇല്ല എന്ന് പറയുന്ന ജൻസി, അതേ ജൻസിയാണ് ഇവിടെ ആളുകൾക്ക് വീഴ്ചക്കൊടുക്കാണ്. ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വീഴ്ചക്കൊടുക്കാണ്. പുതിയ കാലത്തെ ഈ കുട്ടികളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പഴയ കാലത്തെ ആളുകൾ ഒരുപാട് പുതിയ പാഠം പഠിക്കേണ്ടി വരും. നമ്മൾ കണ്ടില്ലേ, രാഷ്ട്രീയത്തിനും അപ്പുറം രാഷ്ട്രബോധമുള്ള ഒരു പുതിയ തലമുറ റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കളറിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, പണത്തിന്റെ പേരിൽ ഇനി മനുഷ്യരെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതിന്റെ പാറ്റേൺ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു പുതിയ മാതൃകയാണ്. ജൻസികൾക്ക് മാതൃക തീർക്കാൻ കഴിയും. ജൻസികൾ ജൻ ആൽഫയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം ഇവിടെയുണ്ട്. നിങ്ങളെ തോൽപ്പിക്കില്ല എന്ന് പറഞ്ഞൊരു പൊന്നുമോൻ ഈ മനുഷ്യന്റെ മേത്ത് കിടന്ന് അരമണിക്കൂർ കരഞ്ഞു. നിങ്ങളെ തോൽപ്പിക്കില്ല എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ. എത്ര പഴയ തലമുറയ്ക്ക് പറയാൻ സാധിക്കും ജൻസിയെ നമ്മൾ താങ്ങുമെന്ന്? കുറ്റം പറയുന്നതല്ലാതെ അവരെ നമ്മൾ പിടിക്കാറില്ല. ഇന്നു മുതൽ മനസ്സിലാക്കിക്കോ, അവരുടെ ഉള്ളിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ ഷെയ്പ്പ് ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തും. അങ്ങനെ മാറ്റി നിർത്തണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കണം. സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള നജീബ് കുറ്റിപ്പുറം കൂടിയുണ്ട്. എങ്ങനെ ഈ സമര പോരാട്ടത്തെ കാണുന്നു? ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ത്യയുടെ ശുദ്ധികലശം നടക്കുന്നതിന്റെ തുടക്കമാണ്. ഞാനൊരു 10-15 വർഷം മുമ്പ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ, രാജസ്ഥാൻ, ബീഹാർ, ബംഗാൾ, ആസാം, ഇങ്ങനെ പല ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ആ കുട്ടികളാണ്. ഭക്ഷണം കിട്ടാതെ, വസ്ത്രം കിട്ടാതെ, വിദ്യാഭ്യാസം ഇല്ലാതെ പ്രതിസന്ധി അനുഭവിച്ച ധാരാളം ഗ്രാമങ്ങളിലെ കുട്ടികൾ. അവർക്ക് മതമോ ജാതിയോ ഒന്നുമില്ല. ഇവിടെ ഹിന്ദു, മുസ്ലിമും, SFIയും, KSയും, ABVPയും എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും രക്തത്തിന്റെ നിറം ചുവപ്പാണ് എന്ന് വിളിച്ചോതുന്ന സമരത്തിന്റെ വിജയമാണ്. ഇന്ത്യയെ ഇനി ഒരാൾക്കും നശിപ്പിക്കാനാവില്ല. ഒരു കാരണവശാലും ഈ കുട്ടികളുടെ മുന്നിൽ ഒരാൾക്കും ജയിക്കാൻ കഴിയില്ല. ഇവരിനി തളരില്ല. ഇവരെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. വലിയ തോതിലുള്ള ആവേശം തന്നെയാണ് ഇവിടെയുള്ളത്. നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ഈ വിജയാഘോഷത്തിന്റെ ഭാഗമാകാത്ത നിരവധി ആളുകളാണ് കേരളത്തിൽ നിന്ന് അകത്തും പുറത്തും ഒക്കെ തന്നെയും എത്തുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ടീം മീഡിയ 1.